നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ റൂമിൽ കയറി പരതാനും നീ തുടങ്ങിയോ? നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. നീ ആര് പറഞ്ഞാലും നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. എന്റെ റൂമിൽ കയറി നീ ജീവനോടെ പുറത്തു പോവില്ല. അയ്യോ അവളൊന്നും ചെയ്യല്ലേ. പിന്നെ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം? വിടും കൂടെ പിടിച്ചെടുത്ത് പുന്നാരിക്കണോ? പിടിച്ചു മാറ്റും. നീ എന്റെ ദേഹത്തെ തൊട്ടാ വിവരം അറിയും ദിനേശാ. ഇവളെ എന്റെ റൂമിൽ കയറി മോഷ്ടിക്കാനാ. ഇവളെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കാൻ പോവാ. ഇവളുടെ ചരിത്രം പോലീസ് ചകഞ്ഞ് കണ്ടെത്തട്ടെ. ഇനി ഇവളുടെ പിന്നിലെ പല കഥകളും ചുരുളഴി. അത് തന്നെ എനിക്ക് വേണ്ടത്. വിടടാ, തൊട്ടു പോവരുതന്നെ. നീ കേസ് കൊടുക്കാൻ പോവല്ലേ? എന്റെ പേരിലും കൂടെ നീ പോയി കേസ് കൊടുക്കടി. ഞാൻ നിന്നെ കേറി പിടിച്ചെന്ന് പറഞ്ഞു. ഞാൻ അതും ചെയ്യും. കാവേരി എവിടെ വിളിച്ചോണ്ട് പോ. നിക്കവിടെ. അധിക നാളൊന്നും നീ ഇവിടെ ഉണ്ടാവില്ല. അവളെയും നിന്നെയും മംഗലശ്ശേരി വീട്ടിൽ നിറക്കി വിട്ടില്ലെങ്കിൽ എന്റെ പേര് കവിത എന്നല്ല. അതിനു മുമ്പ് നീ ആയിരിക്കും നാണം കെട്ട് ഇവിടെ ഇറങ്ങി പോവാൻ പോകുന്നത്. ആ വീഡിയോ കാണിച്ച് നീ ഒന്നും നേടാൻ പോകുന്നില്ല. സഞ്ജുവിന് ഒരു ആപത്ത് വന്നാൽ നിന്റെ മുഖം മൂടി ഞാൻ വലിച്ചു കീറും. കുടുംബ ശത്രുവിനെ നീ രഹസ്യമായി വിവാഹം കഴിച്ച കഥ അച്ഛൻ അറിഞ്ഞാൽ ആ നിമിഷം നിന്നെ ചവിട്ടി പുറത്താക്കും. നീ സ്വപ്നം കാണുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. ദക്ഷയുടെ വീട്ടിലെ അടുക്കളക്കാരിയായി കഴിയാനുള്ള വിധിയാ നിനക്കുള്ളത്. ഹോ, ഗൗതത്തിനെ ഞാൻ രഹസ്യമായിട്ട് കല്യാണം കഴിച്ച കാര്യം പറഞ്ഞ് ഇനി എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. ദേ, തിരിച്ചു ചോദിക്കാനും കവിതയ്ക്ക് അറിയാം. എന്തിനാ ദക്ഷയുടെ മോളെ സഞ്ജുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഈ വീട്ടുകാര് തയ്യാറായത്? എന്ത് മറുപടിയുണ്ട് ഇവിടെ ഉള്ളവർക്ക്? പറയ് ദിനേശ. അതെ, ഞാൻ ഓരോന്ന് അന്വേഷിച്ചു ചെന്നിട്ടൊന്നും അല്ല ദൈവം ഓരോന്ന് എന്റെ മുന്നിൽ കൊണ്ട് തരുന്നത്. അതെ, നീ ചെന്ന് സഞ്ജുവിനോട് പറ ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് തരാൻ. പിന്നെ സഞ്ജുവിനെ നോക്കാൻ ഈ കവിത വരില്ല. ദിനേശന് പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.